ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന നടൻ്റെ ഇനി റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ചിത്രങ്ങളും ഇപ്പോൾ തന്നെ ഷൂട്ടിംഗ് കഴിഞ്ഞതും ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നടക്കാൻ വേണ്ടി പോകുന്ന ചിത്രം ഏതൊക്കെയും പറയാൻ വേണ്ടി പോകുന്നത് ആടുജീവിതം എന്ന് പറയുന്ന ചിത്രത്തിന് ശേഷം റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്നാണ് മൂവിയുടെ പേര്. ഇതൊരു കോമഡി ഒരു മൂവിയാണ്. ഗുരുവായൂരായിരുന്നു ഫുൾ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇതിലൊരു പ്രധാനപ്പെട്ട റോൾ ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് റോളെന്നാണ് കേൾക്കപ്പെടുന്നത്. ബേസിൽ ജോസഫ് ആണ് ഇതിൽ നായകഥാപാത്രം ചെയ്യുന്നതും കേൾക്കപ്പെടുന്നുണ്ട്. ബിബിൻദാസാണ് ഇതിന് ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ചിത്രമാണ് ഇനി റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മെയ് 9 തീയതിയാണ് ചിത്രം റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രത്യേകത. അതായത് അടുത്ത മാസം ചിത്രം റിലീസ് ചെയ്യും നമ്മുടെ വെക്കേഷൻ ടൈമിൽ. അതിനുശേഷം റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ചിത്രമാണ് വലിയത്ത് ബുദ്ധ എന്നാണ് മൂവിയുടെ പേര്. സച്ചി എന്ന് പറയുന്ന ഡയറക്ടർ വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു ഈ ചിത്രം ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട്. ഒരു നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് ചിത്രം വരാൻ വേണ്ടി പോകുന്നത്. ഒരു മരം വെട്ടുകാരൻ്റെ റോളിലാണ് പൃഥ്വിരാജ് വരാൻ വേണ്ടി പോകുന്ന പ്രത്യേകത ഉണ്ട്. അതായത് നമ്മുടെ അല്ലു അർജുൻ പുഷ്പയിൽ ചെയ്ത പോലെ ഒരു മരം കടത്തുകാരൻ്റെ റോളൊക്കെ ആയിരിക്കാം പൃഥ്വിരാജ് എന്ന് കേൾക്കപ്പെടുന്നുണ്ട്. ഒരു ആക്ഷനും പ്രാധാന്യം നൽകുന്ന മൂവി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഗുരുവായൂർ അമ്പലനടന് ശേഷം റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന മൂവിയാണ് വലിയത്ത് ബുദ്ധ എന്നാണ് മൂവിയുടെ പേര്. ബാക്കിയുള്ള ചിത്രങ്ങളൊന്നും ഷൂട്ടിംഗ് ഇതുവരെ നടന്നിട്ടില്ല. നടന്നുകൊണ്ടിരിക്കുന്നത് എമ്പുരാൻ എന്ന് പറഞ്ഞ മൂവിയാണ് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഇത് എന്ന പ്രത്യേകത ഉണ്ട്. ഇതിനൊക്കെ ശേഷം എമ്പുരാൻ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 2025 കാര്യം തന്നെയാണ്. അതിനുശേഷമായിരിക്കാം ഈ ചിത്രങ്ങളൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനിടയ്ക്ക് സലാർ 2 റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രത്യേകത ഉണ്ട്. അതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് അപ്ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ അതിനുശേഷം റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന മൂവികളൊക്കെ ചിലപ്പോൾ ഖലീഫ എന്ന് പറഞ്ഞ മൂവി ആയിരിക്കാം. ഖലീഫ വൈശാഖാണ് ചിത്രം ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പൃഥ്വിരാജും വൈശാഖും ബോക്കിരാജിക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്ന പ്രത്യേകത ഈ ചിത്രത്തിനുണ്ട്. അതുപോലെ തന്നെ കറാച്ചി കാളിയൻ്റെ ഷൂട്ടിംഗ് ഒന്നും നടന്നില്ല. കാരണം പൃഥ്വിരാജിൻ്റെ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂവിൽ പറയുണ്ടായി ഈ ചിത്രങ്ങളാണ് എനിക്ക് ഉടൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതിനെല്ലാം വലിയൊരു ബഡ്ജറ്റ് വരുന്ന ചിത്രം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം വേണം. കാരണം അതുകൊണ്ട് തന്നെ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനുള്ള വേറൊരു ചിത്രത്തിന് വേണ്ടി ഇടയിൽ പോകാൻ പറ്റില്ല. കാരണം അത്രയേറെ ടെക്നിക്സുകളും കാര്യങ്ങളൊക്കെ വേണ്ടിയുള്ള ചിത്രം തന്നെയാണെന്നും. കാളിയൻ്റെ മുമ്പ് നമ്മൾ ടീസർ കണ്ടിരുന്നത് അത് ഗംഭീരമായിട്ടുള്ള വോയിസ് വർക്കുള്ളിൽ തന്നെയായിരുന്നു. കാളിയൻ്റെ ടീസറൊക്കെ വരവേറ്റത് നമ്മളെ പ്രേക്ഷകർ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ എന്തായാലും കാളിനെ കൂടെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ടൈസൺ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി തന്നെയുണ്ട്. അത് ഒരു വലിയൊരു പാനൽ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന മൂവിയാണ്. നമ്മുടെ KGF ടീമൊക്കെ വീണ്ടും ഒന്നിക്കുന്ന പ്രത്യേകതയും കൂടി ഉണ്ട് ഈ ടൈസൺ എന്ന് പറഞ്ഞ മൂവിക്ക്. അപ്പോൾ ഇത്രയേറെ മൂവികളൊക്കെയാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനെ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നതും ഷൂട്ടിങ് ചെയ്യാൻ വേണ്ടി പോകുന്ന നടന്നുകൊണ്ടിരിക്കും കഴിഞ്ഞൊക്കെ ചിത്രങ്ങളൊക്കെ. അപ്പോൾ ഏത് മൂവിക്കൊക്കെ വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് സബ്സ്ക്രൈബ് കാര്യം പരിഗണിക്കുക. വീണ്ടും പുതിയ മൂവി അപ്ഡേറ്റും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതുവരെയും ബൈ ഫ്രണ്ട്സ്.